I glad to inform you that my reputed advertising firm excuse me Rina, ഞാൻ എവിടെ നിർത്തി? Sorry. Advertising firm. Yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jayalakshmi Jewellers. Details below. Sir, എന്താണോ ഇവിടെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന കണ്ടില്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? സെറ്റ് റെഡിയായെന്ന് ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ? റെഡി, അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അപ്പോ കോമൺ സെൻസ് ഇല്ലാത്ത വൃത്തിയോട്ടവൻ. Sir, details below. ഡീറ്റെയിൽസ് ബിലോ ഒന്നുമില്ല. സോറി, ഡീറ്റെയിൽസ് ബിലോ. അല്ലെ പിന്നെ വല്ലേ ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു, പാച്ചാണ് അപ്പൊക്കിക്കോളൂ. അങ്ങനെ ഇഷ്ടായി, എനിക്കിഷ്ടായി. അല്ല, എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാ. ഒന്ന് പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറയുമ്പോ എന്നെ നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞു. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത്. ഈ ഫേസ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ ഞാൻ എങ്ങനെ എടുക്കുന്നത്? എനിക്കിഷ്ടം പറയുമ്പോ എത്ര അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ. കണ്ണാ, നീ തരികിടയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ പാപ്പാവ് ഉനക്ക് ഞാൻ തന്നത്. ശരിയാ, എൻ പാപ്പാവുക്ക് ഏജ് കൊഞ്ചം ജാസ്തിയായി പോச்சு. പിന്നെ പേശുമ്പോത് കൊഞ്ചം വിക്ക് വരും. അതുകൊണ്ട് തന്നെ വിവാഹ കമ്പോളത്തില് അവക്ക് മാർക്കറ്റ് ரொம்ப കമ്മിയാச்சு. അത് മണത്തെറിഞ്ഞ് വന്നവനാ നീ. നീ വന്നപ്പോഴേ നിന്റെ രോഗം എനിക്ക് തെറിയും. എൻ പാപ്പാവെ കെട്ടി ഉനക്ക് റാസാവായി വാഴണം. ആയിക്കോ, அதுக்கு தானடா என் பாப்பாவை உனக்கு கல்யாணம் பண்ணி தந்தது. அப்பா, இப்படி ஒன்னும் சொல்லக்கூடாது. ருக்கு எனக்கு கண்ணு மாதிரி அப்பா. கண்ணோ காலோ அவனுக்கு தெரியாது. ஏய், നിന്നെ പോലെ എങ്ങുന്നോ തരകടയെ വന്നവനാ ഞാനും. എന്ത് വേണത് ആയിക്കോ, എന്റെ ഒറ്റ മളർക്കൂ. അവളെ നീ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഒന്നേ ഞാൻ കുന്നിടുവേ. ஞாபகம் വെച്ചോ. ഒല്ലു. അറിയാം എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി പോകുന്നെന്ന്. ഇല്ലാത്ത രോഗവും പറഞ്ഞ് ഡോക്ടറോട് സൊറ പറഞ്ഞിരിക്കാൻ വലിയ വീടുകളിൽ ഒരുപാട് സുന്ദരിമാര് വരുമല്ലോ. ഡോക്ടറാണെങ്കിലോ എന്തിനും റെഡി. യു ആർ റൈറ്റ്. എന്തായാലും എന്റെ ശ്രീമതിക്ക് ബുദ്ധിയുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇതേവരെ ഏതെങ്കിലും ഒരു ശ്രീമതി നിന്റെ ശ്രീമാനെ തിരക്കോടെ വന്നിട്ടുണ്ടോ? അതാണ് ഡോക്ടർ പ്രസാദിന്റെ ക്വാളിറ്റി. ഡിസ്പെൻസറി ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ആരാ നോട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇവരെന്റെ ഫ്രണ്ട്സാ, നാൻസി ആലീസും. ഞാൻ പറയാറില്ലേ. അല്ല, അകത്തേക്ക് കയറി ഇരിക്കാൻ പോലും പറയുന്നില്ല. സോറി. എവിടെ മിസ്സസും മോനും ഒക്കെ? മോൻ ക്ലാസ്സിൽ പോയി. ഞാൻ മിസ്സിനെ വിളിക്കാം. അതാ ഞാൻ പറയാനുള്ള രേണു. ഡിസ്പെൻസറി ഈസ് ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ഇപ്പൊ എന്തായി? കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. വീട് വരെ എത്തിക്കഴിഞ്ഞു ഓരോന്നും. രാജി, ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. നീ എന്റെ മാനകളല്ലേ. കേക്കട്ടെ, എന്റെ ക്ഷമ കെട്ടാലുണ്ടല്ലോ. മിസ്സിസ് അടുക്കളയല്ല, നിങ്ങൾ വന്നറിഞ്ഞ് കാപ്പി എടുക്ക. പുള്ളിക്കാരത്തി വലിയ സൽക്കാരപ്രിയ. പിന്നെ വന്ന കാര്യം, ധൃതിയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയായി നിൽക്കായിരുന്നു. ശരി, ഞാൻ ഡോക്ടറുടെ സമയം കൊല്ലുന്നില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഡോക്ടറും വരണം. അന്ന് ഹൗസ് വാമിങ്ങിന് വരാതിരുന്ന പോലെ വരാതിരിക്കില്ലേ? അടുത്ത ഞായറാഴ്ച അല്ലേ? എന്തായാലും വരാം. മിസ്സസിനെ കണ്ടില്ല. മിസ്സിസ് അടുക്കളയിലായിരിക്കും. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അല്ല, കാപ്പി കാപ്പി ഒന്നും വേണ്ട. എന്നാ ഞങ്ങൾ പോട്ടെ. മറക്കരുത്, തീർച്ചയായും വരണം. എന്തായാലും വരാം. വാ പോവാ. ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ്. ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്കൊട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്.
സോറി കേട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് ഫ്രീയ, നമുക്കിന്ന് എൻജോയ് ചെയ്യണം. എന്താ ഇത്? ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അയ്യോ, അയ്യോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ട ഈശ്വര. ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് അതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചേച്ചി ചെയ്യണ്ടേ? വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ? കേരള വണ്ടിയില് അമ്മച്ചി, ഞാൻ കേറാൻ. എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത്. അത്ര ആരോ അല്ല, ഞാനാ പറഞ്ഞു. ആരൊക്കെ എന്നെ തള്ളേ? ഓക്കെ ഓക്കെ, ഏതേ രണ്ടിന്റെയൊക്കെ കറക്റ്റ് അല്ലേ? കറക്റ്റാണ് സാർ, കറക്റ്റാ. ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ഇതോ ഇതെന്നെ തെരയുമാ? ലഡു, അല്ലേ? ജിലേബി, അല്ലേ? പഴംപൊരി. ஐயோ ராசையா அவ்வளவுதானே. இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. ஏன்னா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன். சந்தனம் குங்குமம் பியூட்டிஸ் போட்டு அப்படி இருக்குண்ணா. அப்பா அம்மா வந்தா முறுக்கு சீடை அச்சப்பம் எல்லாம் கொண்டு வந்திருக்கு. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ணை கண்ணு போல பாக்கணும். எங்க அப்பா நல்லவர், വളരെ நல்லவர். அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? இனி എന്താണോ കൊണ്ടുവന്നേക്കണേ? வாங்கண்ணா, காமிச்சு தரேன் வாங்க. എന്ത് മാരനാണാവോ? யாரையும் பார்த்தது? ஐயே, பாத்தீங்களா இருக்கு. ஏன்னா நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா நான் பீடி பிடிக்கல. ஆமாடா, பொய் சொல்றேன். எனக்கு பீடி ஸ்மெல் தெரியும். ருக்கு, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് ചൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് ரொம்ப நல்ல மெடிசின் சிகரெட் വലിക്കൂ. അതാ ഞാൻ സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படின்னா நான் ஒண்ணு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். നല്ല പൊണ്ണു. ஆனா கொன்னிடுவேன், ஜாக்கிரதை. 1999, 2000, 2001, 2002. മതിയാ, ഇനി എനിക്ക് എണ്ണ അറിഞ്ഞൂടാ. ഇനി സംഖ്യയില്ല. ഓ, ഇനി വേറെന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതിൽ അധിക ചെലവല്ലേ രേണു? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ? പക്ഷെ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കൊറേയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു രണ്ടാം വിവാഹ വാർഷികാഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട. ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ, വാർഷികോ ആഘോഷോ. എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. അപ്പൊ പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ, ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ, എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി പിടിച്ചു വന്നാലോ? ടാക്സി. അങ്ങനെയാണ്
കുട്ടികളെ ഞാൻ എങ്കിലും കണ്ടത്. ആലിസേ, ആന്റിക്ക് കുടിക്കാൻ വല്ലതും കൊടുത്ത? ഞാൻ എപ്പോഴും കൊടുത്തു.